പാർന്ന് സെന്റർ ചെയ്യാവോ? എടോ മൊത്തത്തിൽ ഇരുണ്ടിരിക്കുകയാണല്ലോ, തെളിച്ചൊന്നുമില്ല, എക്സ്പോഷർ കൂട്ട്. സാർ മാക്സിമം ആണ് സാർ. എടോ താൻ എന്നോടാണോ പറയുന്നത്? കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടിയാ മതി. ഇനി ഞാൻ വന്ന് തിരിക്കണോ? കൂട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ കൂട്ടിക്കോ. ഒന്നും പറയണ്ട സാറേ, നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ നന്നായി നടക്കുള്ളൂ. അതിൻ്റെ ഒരു സ്ട്രെയിൻ ഭയങ്കരമുണ്ട്. എടോ തന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? ഇനി ഞാൻ വന്ന് തിരിക്കണോ? തന്റെ വീട്ടിൽ നിന്നൊന്നുമല്ലല്ലോ വിളിച്ചു കൊണ്ടിരുന്നേ. ഇനി കൂട്ടാൻ പറ്റത്തില്ല സാർ. മാക്സിമം അല്ലേ? മാക്സിമം കൂട്ടണോ? ഇത് കണ്ടോ സാർ, നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. ആഘോഷ ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ ചിലപ്പോ ശരിയായി. ദൈവമേ, ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചപ്പം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതല്ലേ പല പ്രാവശ്യം. സാർ എന്തായിരുന്നു അത് നമ്മുടെ പ്രോജക്റ്റിന്റെ അടുത്ത സ്റ്റെപ്പ്. ആ ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചു. ഹീറോയും 2 ബ്രദേഴ്സും അല്ലേ? അതെ. 3 ക്യാരക്ടേഴ്സ്. 3 പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക്ഔട്ട് ആവും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ആഘോഷം നല്ല ഡീപ്പായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ 3 ക്യാരക്ടേഴ്സ് ഞാൻ തന്നെ ചെയ്തോളാം. അല്ല, ബ്രദേഴ്സ് ആകുമ്പോൾ 3 പേരും ഒരേപോലെ ഇരിക്കുന്നത് നല്ലതല്ലേ? ആ നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം, മറ്റേ ആള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലൊരു സാധനം പിടിക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും. എൻ്റെ ഫാൻസും ഹാപ്പിയാവും അല്ലേ? ശിവാജി ഗണേശന്റെ ദൈവമകൻ സാറ് കണ്ടതല്ലേ? കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ. അയ്യോ അത് ശരിയാവില്ല. അല്ല പേടിക്കണ്ട, 3 തന്നെ ചെയ്യാം. ഞാൻ ആക്ടിങ്ങിൽ പൊളിച്ചോളാം. കമലഹാസനൊക്കെ ഒറ്റ സിനിമ തന്നെ 10-20 ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല, പിന്നെന്താ? ഗംഭീരമായിരിക്കും സാറേ. അതാകുമ്പോ നമുക്ക് തമിഴിലും കന്നഡയിലും ഒക്കെ ഡബ് ചെയ്ത് ഇറക്കാൻ ചെയ്യും. സാറിന് ഇപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ഇല്ലേ സാറേ? ഒരുപാട്. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയി പടം തുടങ്ങാം. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട്. സാറിനായതുകൊണ്ട് ഒരു ഓഫറും കൂടി ഞാൻ തരാം. 3 പേരുടെ വേണ്ട, 2 പേരുടെ റെമ്യൂണറേഷൻ തന്നാൽ മതി. എന്തൊരു ഓഫറാ സാറിന് കിട്ടിയേക്കുന്നേ. 2 എടുത്താൽ 1 ഫ്രീ. അതാണ് സാർ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി മോനെ, നടക്കട്ടെ. എവിടെ ഡയറക്ടർ? എവിടെ? ഇവിടെ ഉണ്ട് സാർ. വേഗം വിളിക്കാൻ, എനിക്ക് റിയാലിറ്റി ഷോന് പോകാനുള്ളതാണ്. എന്ത് പറയുന്നു സാർ? ഇതിലും ഭേദം നമ്മുടെ സ്ക്രിപ്റ്റ് വല്ല റെയിൽ പാളത്തിലും വെക്കുന്ന. ആലോചിച്ചു കഴിഞ്ഞോ സാർ? ഇത് വെള്ളമടിച്ച് കളയാനല്ല. അയ്യോ, മദ്യം കൈകൊണ്ട് തുടരില്ല സാറേ, 4 വർഷമായി. നല്ല ആളാ പറയുന്നു. ഉണ്ടല്ലോടാ. ഇതിപ്പോ 4ാമത്തെ കുഞ്ഞിന്റെ നൂലുകെട്ടാണേ. മൂത്തത് 3 പെണ്ണല്ലേ സാറേ? ദൂർത്തടിച്ചാ അവര് വഴിയാതരാവില്ലേ? ഇതൂടെ അയ്യോ അയ്യോ, വേണ്ടായിരുന്നു. വേണ്ട സാറേ, വേണ്ടായിരുന്നു. അമ്മ അടുത്ത ആഴ്ച ഇവിടെ കൊണ്ടൊന്നും വിടണം. ഈ പ്രായത്തിൽ അമ്മയെ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാലും അതിന് ഞാനിവിടെ ജോലിക്കൊക്കെ അല്ലല്ലോ. ആണോ സാറേ? കുമാരിയമ്മ ഇവിടുത്തെ ആളല്ലേ. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സാറിന്റെ അവാർഡിന്റെ കാര്യം അറിയായിരിക്കും. അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. ഓ സാർ നോക്കിക്കോ, ഈ പ്രാവശ്യം സാറിന് തന്നെയാ. ഓ ഞങ്ങളുടെ പോയിട്ടു വാമേ, അതിങ്ങനെ ശരി സാറേ. എന്താ സാറേ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഏയ്, കുറച്ച് ദിവസത്തേക്കാണെങ്കിലും കൂടെ ഉള്ളൊരു യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരു വിഷമമാണ്. ഇതെന്താ ഒരു കവറ്? അയ്യോ, ഞാൻ മറന്നുപോയി. സാറ് കുളിക്കാൻ കയറിയപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയറോ? എനിക്കോ? ആ, മോഹൻ കുമാർ സിനി ആക്ടർ. എനിക്കാരടാ കൊറിയറൊക്കെ അയക്കുന്നത്? ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടുമില്ല. ഭയങ്കര ബിൽഡപ്പാണല്ലോ സാറേ. കൊറിയർ അയക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ. മൊബൈൽ ഫോണായിരിക്കും. അപ്പൊ കോഴിത്തലയും ചീമുട്ടയും മന്ത്രത്തകിടുവാണ് പ്രശ്നമല്ലേ? കൂടോത്രമാണ് മനുഷ്യന്റെ സമാധാനം കളയാൻ. പണ്ടും
ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായ ഒരു ജോലിസിന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൂടോത്രം ചെയ്താൽ ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോയേനെ. അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ. അതെ, എന്നാലും ഈ കൂടോത്രം ഏതെങ്കിലും വിധത്തിലൊന്ന്. തനിക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്, നല്ലതുപോലെ ഉണ്ട്. വെറും ഒരു കോഴിത്തലയും ചീമുട്ടയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരനെ എന്തൊരു തല്ലിപ്പൊടി ഈശ്വരനാണോ? അത് ശരിയാ. തന്നിലെ കാർമേഘം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു. ഒരു പദവി, അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ. അത് തന്നിലേക്ക് എത്തിയാൽ താൻ പിന്നെ പുതിയൊരാൾ പിടിച്ചാൽ കിട്ടില്ല. എന്തായി തൻ്റെ പാട്ട് പരിപാടി? ആ നന്നായിട്ട് പോകുന്നു ബ്രദറെ. നാളെ ഷൂട്ടുണ്ട്. നാളെ പാട്ടല്ലല്ലോ, ഡാൻസ് അല്ലേ? അതെ. ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ? പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ടേ? ഇംഗ്ലീഷുകാരാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവുമെന്നറിയില്ല. ഗുഡ്, വെരി ഗുഡ്. സാർ ഇരിക്കട്ടോ. കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞു. കൊള്ളാം, സംഭവം കിട്ടി. ആരെങ്കിലും ഉണ്ടോ? ഒന്നൊന്ന് പറഞ്ഞു കൊടുത്തേ, ഒന്ന് വിളിച്ചോണ്ട് പോയി. ഇറ്റ്സ് ഓക്കെ, വി ഗോട്ട് ഇറ്റ്. ഞാൻ പുറത്തിരിക്കാം. മതി മതി, നിർത്തിക്കോ. എങ്ങനെയുണ്ടായിരുന്നു? ആർക്കും മനസ്സിലായില്ലല്ലോ. ഇല്ല, ഈ ഫോണിൽ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ വൈറലാവുന്നുള്ള കാര്യം ഉറപ്പാ. നല്ല മൈലേജും കിട്ടും, കുറെ ഫാൻസും കൂടും. കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ നടി ശ്രേയ ലക്ഷ്മി, അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം. ഒരു 3-4 ക്യാപ്ഷൻ ഞാനും കൂടെ പറഞ്ഞു തരട്ടെ. എടോ, 10-12 വർഷമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഇങ്ങനത്തെ കുറെ കുരുട്ടുകളെ കണ്ടിട്ടുണ്ട്. ഈ കുരുട്ടുബുദ്ധി കാണിക്കുന്ന എഫേർട്ടിന്റെ പകുതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലിട്. അങ്ങനെയാണ് കുറച്ചാൽ കൂടെ കളത്തി നിൽക്കാം. സോറി സർ, വേറെ ആരോടും പറയല്ലേ. ഞാനായിട്ട് ആരോടും പറയില്ല, പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. ശരി, വേണ്ടായിരുന്നു. നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വൈറലാവുന്ന. ഇപ്പൊ ചിലരുടെ വയറ്റിപ്പഴപ്പ്. പ്രാവശ്യം ഞാൻ വായിച്ചു. ഗംഭീര സ്ക്രീൻ പ്ലേ ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഇതില് 3 ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. 3 രീതിയിൽ പെർഫോം ചെയ്യാനുള്ള. ഞാനേതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് ചേട്ടൻ ഡയറക്ടറോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. താങ്ക് യു ആസിഫ്. ഈ പ്രോജക്റ്റ് എന്റെ കച്ചിത്തുരുമ്പാ. ഹേ പ്രകാശ് ചേട്ടാ, വെറും മണി മേക്കിംഗ് അല്ല, സിനിമയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിപ്പോൾ ഇങ്ങനെ നിറയുന്നത്. നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളെ പോരെ? എൻ്റെ റെമ്യൂണറേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാർ ഇപ്പോൾ ബോധർ ചെയ്യണ്ട. പക്ഷേ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ പടം ചെയ്യണം. തീർച്ചയായിട്ടും. ഇത് കലക്കും പ്രാവശ്യട്ടാ, ഞാൻ കട്ടയ്ക്ക് കൂടെയുണ്ട്. നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ആളുകൾ അതും ഇതൊക്കെ പറയും. ഏതെങ്കിലും മീഡിയ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദർഹുഡ് റിലേഷൻ ആണ്, എനിക്ക് നീ എൻ്റെ സിസ്റ്ററിനെ പോലെ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരെയും കരിയറിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. മീറ്റിംഗിലാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോറി സാർ. സോറി എന്തിനാ പറയുന്നത്? ഞങ്ങൾ ബ്രദർഹുഡ് റിലേഷൻ അല്ലേ? അതെ സാറേ, ഒരു മിനിറ്റ്. അത്യാവശ്യം സോറി. പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിരുന്നു. ആ പ്രകാശ് സാറിന്റെ പടത്തിൽ നടൻ ആസിഫിൽ ഡേറ്റ് കൊടുത്തു. അയ്യോ, ആ സത്യം. നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം ഹോട്ടലിൽ വെച്ച് 100ാം ദിവസം ആഘോഷം നടക്കുന്നതിനിടയ്ക്ക് ഞാൻ കയറി അനൗൺസ് ചെയ്യും. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ നിർത്താതെ കൈയടിക്കാൻ പറ്റുന്ന ആളുകളെ കാശ് കൊടുത്ത് നീ ഇറക്കണം. അത് ഞാൻ ഇറക്കിക്കോളാം. അങ്ങനെ വിളിക്കാം. മാഡം സോറിയേ. വീണ്ടും സോറി എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല അവൾ എന്റെ സിസ്റ്റർ ആണെന്ന്. സോറി.
ഈ ബ്രദർഹുഡ് മിക്കവാറും വാട്സപ്പ് ക്ലിപ്പായിട്ട് ഇറങ്ങും.